നിങ്ങളുടെ വാഹനം നിങ്ങളൊരു CNG ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമാണോ ആ വാഹനത്തിനകത്തൊരു CNG കൊണ്ട് ഫിറ്റ് ചെയ്യും. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ഇതിൻ്റെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വെക്കാൻ സാധിക്കും. പക്ഷേ പുറത്തുനിന്ന് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ വാഹനത്തിന് വാറണ്ടി ഒന്നുമില്ല, ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റാണ്. ആൾക്കാരാണ് CNGയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ CNG വാങ്ങേണ്ടതെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാം. മെയിൻ്റെനൻസ് കൂടുതലാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഒരു കാരണവശാലും ഇതിൻ്റെ മെയിൻ്റെനൻസ് കൂടുതലല്ല. പക്ഷേ കമ്പനി ഫിറ്റഡ് CNGയും ഔട്ട്സൈഡ് ഫിറ്റഡ് CNGയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് കമ്പനി ഫിറ്റഡ് CNG തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് പറയുന്നു, അല്ലാതെ ഔട്ട്സൈഡ് ഫിറ്റ്മെൻറ്റ് CNG നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോട് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നിങ്ങളുടെ വാഹനം നിങ്ങളൊരു CNG ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു ഭാഗം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഇൻഡെപ്തായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടെമ്പറേച്ചേഴ്സ് ആണ്. അതായത് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത്. പെട്രോൾ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 249 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 180 ഡിഗ്രി സെൽഷ്യസ് വരെ പെട്രോൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അതേ സ്ഥാനത്ത് ഒരു CNG ആണെങ്കിലോ 507 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഒരു CNG ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെ നമുക്കിവിടെ ഹ്യൂജ് ആണ്. അതായത് ചൂട് ഭയങ്കര കൂടുതലാണ് ഒരു CNGയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ചൂട് കൂടുന്ന സമയത്ത് വാഹനത്തിൻ്റെ എൻജിന് ഫുള്ളായിട്ട് ഹീറ്റ് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹീറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മുടെ വാഹനം അതിനോട് കോമ്പീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, അതായത് വാഹനം കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ്കറ്റ്സ് വ്യത്യാസമുണ്ട്, അതിൽ യൂസ് ചെയ്യുന്ന വാട്ടർ പമ്പ്സിന് വ്യത്യാസമുണ്ട്, അതിൽ യൂസ് ചെയ്യുന്ന ഹോസുകൾക്ക് വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമാണോ ആ വാഹനത്തിനകത്തൊരു CNG കൊണ്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ CNG ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ CNG ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉടനെ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. ഇപ്പോഴും പലരും കമൻസായിട്ട് വിടുമായിരിക്കും, എൻ്റെ വാഹനത്തിന് ഒരു കുഴപ്പമില്ല, 3 വർഷമായല്ലോ. സ്ഥിരം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ഇതിൻ്റെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ 2 വർഷം ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്ത് ഇപ്പോൾ തൊട്ട് കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മിസ്സിങ് ഇതുവരെ മിസ്സിങ് മാറുന്നില്ല. പല വർക്ക്ഷോപ്പുകളും കൊണ്ട് കാണിച്ചിട്ടുണ്ട്, മിസ്സിങ് മാറുന്നില്ല. വാഹനത്തിൻ്റെ പുള്ളിങ് ലെസ്, ഒരു പ്രശ്നവും ഇല്ലാത്ത വാഹനം CNG ഫിറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് വാഹനം വലിക്കുന്നില്ല. ഒരുപാട് വയറിങ്ങിൻ്റെ പ്രോബ്ലം, വാർണിംഗ് ലൈറ്റ്സ് കാണിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങളിൽ ആരെങ്കിലും റെഗുലറായിട്ട് വാഹനം യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഒന്ന് കമൻറ്റ് ഇടുക. കാരണം എന്നെ വിളിച്ച് പറയുന്ന പോലെ എല്ലാവരും കമൻറ്റ് ഇടുന്നത്. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബാക്കിയുള്ളവർക്കും ഇനിയും ഇതുപോലെ ഔട്ട്സൈഡിൽ ഫിറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് പണി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പുറത്ത് വേറെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. നിങ്ങളുടെ വാഹനം അതിനോട് കോമ്പിറ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിട്രോൺ എന്ന് പറയുന്ന വാഹനത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഔട്ട്സൈഡ് CNG ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ആ വാഹനത്തിൽ CNG ഫിറ്റ് ചെയ്യാൻ കമ്പനി തന്നെ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വെക്കാൻ സാധിക്കും. പക്ഷേ പുറത്തുനിന്ന് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബാക്കി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ കാര്യം ഞാൻ ടെമ്പറേച്ചർ പറഞ്ഞു. ടെമ്പറേച്ചർ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം കമ്പനി ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിന് മാറ്റം വരുത്തുന്നുണ്ട്, ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിന് മാറ്റം വരുന്നുണ്ട്, ഈ പറയുന്ന വാൽവ് കാര്യങ്ങളൊന്നും ഉരുകി പോകാതിരിക്കാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാറണ്ടി. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. വാഹനത്തിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾ ഔട്ട്സൈഡിൽ നിന്നും ഇതുപോലൊരു CNG കിറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ വാഹനത്തിന് വാറണ്ടി ഒന്നുമില്ല, ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റാണ്. കാരണം ഒരു വാഹനത്തിൻ്റെ സർവീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു തവണ പോലും മാറ്റം വരുത്താതെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പല വാറണ്ടീസും, അതായത് നോർമൽ ഒരു വാറണ്ടി മാത്രമല്ല, എക്സ്റ്റൻഡ് വാറണ്ടി മാത്രമല്ല, ഗുഡ് വിൽ വാറണ്ടി എന്ന് പറയുന്നൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ വാഹനം വളരെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് വിൽ വാറണ്ടി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുഡ് വിൽ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. 50-50 ആയിരിക്കും ചിലപ്പം കിട്ടുന്നത്. അതായത് പാർട്സിൻ്റെ പകുതി പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും, ബാക്കി കമ്പനി കൊടുത്തോളും. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
പക്ഷേ ഇതുപോലത്തെ അഡീഷണൽ ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നോർമൽ വാറണ്ടി ഉണ്ട് അഥവാ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് കിട്ടാത്തത്? കാരണം ഞാൻ വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്തില്ലല്ലോ, ഇത് മാത്രമല്ലേ ചെയ്തുള്ളൂ? അല്ല, ഇത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇൻഷുറൻസ് കമ്പനി മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെ നമുക്ക് ഇൻഷുറൻസ് തരാതിരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇൻഷുറൻസ് കമ്പനി നോക്കുന്നത്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞാൽ അത് അവരുടെ ജോലിയാണ്. കാരണം ഇൻഷുറൻസ് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമല്ലേ? അങ്ങനെ കൂടെ നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഇൻഷുറൻസ് മാക്സിമം എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കും. വാഹനം ഇടിച്ചു ഒരു ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ റിജക്ഷൻ ആവും. കാരണം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന CNG കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് തന്നെ സങ്കല്പിക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് ഇടി വന്നിട്ടുണ്ട്. എഞ്ചിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മേജർ ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ അവിടെ ഈ CNG കിറ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പൈസ അല്ലെങ്കിൽ CNG കിറ്റിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. അത്രയും നിങ്ങൾക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്, നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള CNG കിറ്റ് ഫിറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുമാത്രമല്ല, ഏതെങ്കിലും രീതിക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിജക്റ്റ് ആയിപ്പോൾ. അതിപ്പോൾ നിങ്ങൾ പുറത്തെ ഇൻഷുറൻസ് എടുത്താലും കൊള്ളാം, കമ്പനി ഇൻഷുറൻസ് എടുത്താലും കൊള്ളാം, റിജക്ഷൻ ഉറപ്പാണ്. നാലാമത്തെ പോയിന്റ്, റീസെയിൽ വാല്യൂ കുറവായിരിക്കും. അതായത് കമ്പനി ഫിറ്റഡ് അല്ലാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത ഒരു CNG വരുന്നൊരു മോഡലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ RC ബുക്കിലാക്കിയിട്ടുണ്ട്, ഇൻഷുറൻസിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാനിവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വാഹനത്തിൽ CNG ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസിലും ആഡ് ചെയ്യണം, നിങ്ങളുടെ RC ബുക്കിൽ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അതായത് ഏതെങ്കിലും രീതിക്ക് ഇൻഷുറൻസ് പോയിട്ട് നിങ്ങളുടെ വാഹനം വേറൊരാൾക്ക് കൊണ്ട് തട്ടി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന വഴി നിങ്ങൾ അറിയത്തില്ല. എത്ര രൂപ കയ്യിൽ നിന്ന് പോകുന്നുള്ളതിലും കയ്യും കണക്കും ഇല്ലാത്തൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ലാഭം നോക്കിയാണ് നമ്മൾ കൂടുതലും പേര് CNGയിലോട്ട് ചാടുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഏത് ആൾക്കാരാണ് CNGയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ CNG വാങ്ങേണ്ടതെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാം. നാലാമത്തെ പോയിന്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. റീസെയിൽ വാല്യൂ കിട്ടില്ല, വളരെ കുറവായിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, നമുക്ക് ഫില്ലിംഗ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. അതായത് ഫില്ലിംഗ് സ്റ്റേഷൻസ് നിലവിൽ CNGയുടെ ആയി വരുന്നേ ഉള്ളൂ. അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. അതുകൊണ്ട് CNG എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ആറാമത്തെ പോയിന്റ്, ഓരോ 3 വർഷം കൂടുന്തോറും നിങ്ങൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടത്തണം. അതായത് ഹൈഡ്രോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റിംഗ് നമ്മുടെ CNG ടാങ്കിൽ ചെയ്യേണ്ടതാണ്. അത് മസ്റ്റായിട്ട് ചെയ്യണം. അതിപ്പം ഔട്ട്സൈഡ് ഫിറ്റ്മെൻ്റ് ആണെങ്കിലും കമ്പനി ഫിറ്റ്മെൻ്റ് ആണെങ്കിലും നിങ്ങളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നൊരു പോയിൻ്റാണ്. ഇതിൻ്റെ പുറകെ നടക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല, 10,000-3000 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ ഡ്രൈവ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ CNGയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. ഇനി ഏത് ആൾക്കാരാണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഡ്രൈവ് ഉള്ളവരാണ് CNG വാങ്ങേണ്ടതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു വർഷത്തിൽ 15,000 കിലോമീറ്റർ, ഒരു 15,000 കിലോമീറ്ററെങ്കിലും മിനിമം നിങ്ങൾക്ക് ഡ്രൈവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു CNG വാഹനം വാങ്ങണം. കാരണം CNG വാഹനം വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കമ്പനി ഫിറ്റ്മെൻറ്റ് CNG ആണെങ്കിൽ തന്നെ ഒരു ഏകദേശം ഒരു 60,000 to 80,000 റുപ്പീസിൻ്റെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യത്യാസം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ടാലി ചെയ്ത് നമുക്കൊരു നഷ്ടം വരാത്ത രീതി വരണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 15,000 കിലോമീറ്റർ ഇയർലി ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണം. എന്നാൽ ഒരു വർഷത്തിൽ 5,000 കിലോമീറ്റർ പോലും ഓടിക്കാത്ത വ്യക്തികൾ CNG വാഹനം എടുത്തിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും. കാരണം മെയിൻ്റെനൻസ് കൂടുതലാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഒരു കാരണവശാലും ഇതിൻ്റെ മെയിൻ്റെനൻസ് കൂടുതലല്ല. പക്ഷേ മെയിൻ്റെനൻസ് വരുന്ന ഞാൻ ഈ പറഞ്ഞൊരു 3 വർഷം കൂടുന്തോറും സിലിണ്ടർ ചെക്കിങ്, സർവീസ് പ്രോപ്പർ ആയിരിക്കണം. കാരണം സർവീസിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ലാഗോ കാര്യങ്ങളോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ CNGസിന് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് മാറിപ്പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു യൂണിറ്റിന് കംപ്ലയിൻറ്റ് വരും. ഈ യൂണിറ്റിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് കൃത്യമായിട്ട് സർവീസ് സെൻറ്റേഴ്സിൽ പറയുന്ന അതേ രീതിക്കുള്ള സർവീസ് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു രീതിക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ രീതിക്ക് തന്നെ ഒരു CNG വാഹനം എടുക്കാൻ സാധിക്കും. 15,000 കിലോമീറ്റർ പ്ലസ് നിങ്ങൾക്ക് ഒരു വർഷം ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു CNG വാഹനം എടുക്കുക. ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം പുറത്തുനിന്ന് ഒരു CNG ഫിറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. ആ ഫിറ്റ് ചെയ്യുന്ന CNGയുടെ പാർട്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം വരുത്തിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുള്ള കമ്പനീസിൻ്റെയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കമ്പനി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റേഴ്സോ അത് റീപ്ലേസ് ചെയ്യാനുള്ള പാർട്സുകളോ കാര്യങ്ങളൊന്നും പിന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല. ആ ഫുള്ള് കിറ്റ് എടുത്ത് മാറ്റി വെച്ചും വേറെ പുതിയ കിറ്റ് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു നെഗറ്റീവ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, കമ്പനി ഫിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവരുടെ തലയെ കൊണ്ട് വയ്ക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്സ് കിട്ടാനില്ല, അവർ തന്നെ വരുത്തി തരണം, അവർ തന്നെ അത് റിപ്പയർ ചെയ്ത് തരണം, എന്തുണ്ടെങ്കിലും നമുക്ക് അവരുടെ തലയിൽ വെച്ച് കൊടുക്കാൻ സാധിക്കും. പക്ഷേ പുറത്താണെന്നുണ്ടെങ്കിൽ അവർ പറയാം ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ
നിങ്ങൾ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതാണ് കമ്പനി ഫിറ്റഡ് CNGയും ഒരു പുറത്ത് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ഒരു CNGയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനി ഇതിലാരെങ്കിലും പുറത്ത് CNG ഫിറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതിപ്പം വാട്ടെവർ ഇറ്റ് ഈസ്, അതിപ്പോൾ ഒരു പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എനിക്ക് രണ്ടും വേണം. കാരണം എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റത്തില്ല, പോസിറ്റീവ് സൈഡ്സും ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക.